സെപ്പറേറ്റ് കാണപ്പെടം പിടിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഇതുമായിട്ട് കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ് ഇതൊക്കെ. അതുപോലെ 66.66% അല്ലെങ്കിൽ ഹായ് വെൽക്കം ടു എൻട്രിയ. നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ അകത്ത് വരുന്ന ഒരു പോർഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പോൾ അതിപ്പോൾ SSC ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, or ഏതൊരു നമ്മുടെ കോമ്പറ്റേറ്റീവ് സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാംസ് ആയിക്കോട്ടെ, നമുക്ക് അവിടെ വളരെയധികം ആവശ്യം വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ മാത്സിൽ അല്ലെങ്കിൽ നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് പെർസെൻറ്റേജും അതിന്റെ കറസ്പോണ്ടിങ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് വരുമ്പോൾ പെർസെൻറ്റേജ് ആണ് അതിന്റെ ആൻസർ എങ്കിൽ നമുക്ക് കിട്ടുന്ന ഫ്രാക്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ക്വസ്റ്റ്യനിൽ ഫ്രാക്ഷൻസ് ഒക്കെ തന്നിട്ടായിരിക്കും നമ്മൾ അത് പിന്നെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് തന്നിട്ട് അതിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതോ ഒക്കെ തന്നെ. അപ്പോൾ പലപ്പോഴും നമുക്ക് വരുന്ന പെർസെൻറ്റേജുകൾ വാല്യൂസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അത് നമ്മൾ ബൈ 100 എടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്തു പോകുന്നത്. മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ഒരു പെർസെൻറ്റേജ് വാല്യൂ വന്നാൽ ബൈ 100 എടുത്താണ് ചെയ്തു പോകുന്നത്. പണ്ട് സ്കൂളിൽ ചെയ്യുന്ന കണക്കാണ്. പക്ഷെ ഇവിടെ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിൽ ചോദിക്കുന്ന ഒരുപാട് പെർസെൻറ്റേജുകളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന പെർസെൻറ്റേജാണ്. അല്ല റാൻഡം ആയിട്ട് വരുന്നതല്ല. റാൻഡം ആയിട്ട് വരുന്ന പെർസെൻറ്റേജുകളുണ്ട്. പക്ഷെ നമുക്ക് കൂടുതലും വരുന്ന വാല്യൂസ് എല്ലാം തന്നെ നമുക്ക് എക്സാമിൽ വരുന്ന പെർസെൻറ്റേജ് വാല്യൂസിൽ ഒരു മോർ ദാൻ 90% ഓഫ് ദ വാല്യൂസും ഓൾറെഡി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന വാല്യൂസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നതും അത് തന്നെയാണ്. നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ മാത്സിന്റെ ഒരു ഏരിയ മൊത്തത്തിൽ എന്ന് പറയാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ഒരു ഏത് ചാപ്റ്റർ എടുത്താലും നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പോൾ നമുക്കിപ്പം ഒരു എക്സാമ്പിളിന് വേണ്ടി നമ്മൾ SSC എക്സാം എടുക്കുക, നമുക്ക് ഏകദേശം 24 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ആ 24 ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അതിലെ മിനിമം ഒരു 15 ചാപ്റ്ററിലെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള പെർസെൻറ്റേജുമായിട്ട് അത് കണക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഒരു പെർസെൻറ്റേജിന്റെ ചാപ്റ്ററിൽ മാത്രമേ പെർസെൻറ്റേജ് വരത്തുള്ളൂ എന്നില്ല. നമുക്ക് ഈവൻ സിംപ്ലിഫിക്കേഷൻ തൊട്ട് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നൊക്കെ പറയുമ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ലോസിന്റെ പെർസെൻറ്റേജ്, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്, മാർക്കപ്പിന്റെ പെർസെൻറ്റേജ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ വരുമ്പോൾ അവിടെ റേറ്റിന്റെ പെർസെൻറ്റേജ്, പലിശയുടെ പെർസെൻറ്റേജ്, അതുപോലെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് വരുമ്പോൾ ഒരാളുടെ സ്പീഡ് മറ്റേ ആളെക്കാൾ ഇത്രയും പെർസെൻറ്റേജ് കൂടുതലാണ്, ഒരാൾ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് മറ്റേ ആളെക്കാൾ ഇത്രയും പെർസെൻറ്റേജ് കൂടുതലാണ് കവർ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ. അതുപോലെ നമ്മുടെ ടൈം ആൻഡ് വർക്ക് വരുമ്പോൾ പൈപ്സ് ആൻഡ് സിസ്റ്റം ഒക്കെ വരുമ്പോൾ നമുക്ക് ഒരാളുടെ എഫിഷ്യൻസി മറ്റേ ആളെക്കാൾ ഇത്രയും പെർസെൻറ്റേജ് കൂടുതലാണ് അല്ലെങ്കിൽ ഫ്രാക്ഷൻ വൈസ് ഇത്രയും കൂടുതലാണ് എന്നൊക്കെ നമുക്ക് വരാറുണ്ട്. അങ്ങനെ നമ്മൾ എടുക്കുന്ന മിക്കവാറും ചാപ്റ്റേഴ്സിലെല്ലാം തന്നെ എന്തുണ്ട്, നമുക്ക് പെർസെൻറ്റേജ് വാല്യൂസ് ഉണ്ട്. അതുപോലെ ബാങ്ക് എക്സാംസിലേക്ക് വരുമ്പോഴും നമുക്കറിയാം അവിടാണ് കൂടുതൽ പെർസെൻറ്റേജ് വാല്യൂസ് വരുന്നത്. കമ്പയർ ടു SSC നമുക്ക് ബാങ്ക് എക്സാംസിൽ കുറച്ചുകൂടി കൂടുതലാണ് വരുന്നത്. റെയിൽവേ എക്സാംസിലും അതുപോലെ തന്നെ നമുക്ക് വളരെയധികം പെർസെൻറ്റേജ് വാല്യൂസ് വരാറുണ്ട്. സോ അങ്ങനെ ഏതൊരു എക്സാം എടുത്താലും നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കാര്യമാണ് പെർസെൻറ്റേജ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത് അത് തന്നെയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് വാല്യൂസും അതിന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷണൽ വാല്യൂസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോഴത്തേന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പെർസെൻറ്റേജ് വാല്യൂ, മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന, മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പെർസെൻറ്റേജ് വാല്യൂകളും അത് വന്നാൽ നമ്മൾ ചെയ്യേണ്ട ആ ഒരു എടുക്കേണ്ട ഫ്രാക്ഷണൽ വാല്യൂസ് എന്താണ് എന്നുള്ളതുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഉറപ്പായിട്ട് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നവരൊക്കെ തന്നെ ഈ ഒരു വാല്യൂസ് ഒക്കെ തന്നെ സ്ക്രീൻഷോട്ട് കൂടി എടുത്തു വെക്കുക. ആൻഡ് അത് നല്ലപോലെ പഠിച്ചെടുക്കുക എന്നുള്ളത് കൂടിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആൻഡ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് അതിനെ പറഞ്ഞു പോകാൻ മാക്സിമം നമുക്ക് ശ്രമിക്കാം. ബിക്കോസ് നമ്മളൊരു ടേബിൾ പോലെ പഠിച്ചു വെക്കുകയാണ് മിക്കവരും ചെയ്തത്. ഇനി അത് പഠിക്കുന്നവരാണെങ്കിൽ പോലും അതൊരു ടേബിൾ പോലെ പഠിച്ചു വെക്കാനാണ് നോക്കുന്നത്. ഒരു ടേബിൾ പോലെ പഠിച്ചു വെക്കാതെ എങ്ങനെ അതിനെ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കാം എന്നുള്ളത് കൂടി നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ആദ്യമേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ പെർസെൻറ്റേജ് വാല്യൂസ് ഉണ്ട്. നമുക്ക് അതിനെ കുറിച്ച് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം പിന്നെ നമുക്ക് ഓരോരോ സീരീസ് പോലെ നമുക്ക് അതിനെ നോക്കിപ്പോവാം. അപ്പോൾ പെർസെൻറ്റേജ് വാല്യൂകളിലേക്ക് വരുമ്പോൾ നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പെർസെൻറ്റേജ് വാല്യൂ, ലൈക്ക് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പെർസെൻറ്റേജ് വാല്യൂ ഏതാണ്? ലൈക്ക് നമുക്കത് പണ്ട് ഒരുപാട് ചോദിക്കുമായിരുന്നു. ഇപ്പോഴും അതിന്റെ ഇമ്പോർട്ടൻസ് ഒട്ടും തന്നെ പോകാതെ ഇപ്പോഴും ഒരുപാട് ചോദിക്കാറുണ്ട്. അത് ക്വസ്റ്റ്യൻ ആയിട്ടും ആൻസർ ആയിട്ടും വരുന്ന ഒരു വാല്യൂ കൂടിയാണ്. ആൻഡ് ഇന്ന് വരെ ചോദിച്ചിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ആയിട്ടും ഏറ്റവും കൂടുതൽ ആൻസർ ആയിട്ടും വന്നിട്ടുള്ള ഒരു പെർസെൻറ്റേജ് വാല്യൂ ഏതാ എന്ന് ചോദിച്ചാൽ അത് ഒറ്റ ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ, 20%. പണ്ടും ഒരുപാട് ചോദിക്കുമായിരുന്നു. ഇപ്പോഴും അതിന്റെ ഇമ്പോർട്ടൻസിന് ഒരു കുറവും വന്നിട്ടില്ല. ഇപ്പോഴും അത് അതേപോലെ തന്നെയാണ് ആ ഇമ്പോർട്ടൻസ് ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പോഴും നമുക്ക് ഒരുപാട് ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത് 20% ആണ്. ആൻഡ് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്ത് നമുക്ക് ക്വസ്റ്റിന്റെ അകത്ത് 20% കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി അതേപോലെ നിങ്ങൾക്ക് ബാക്കിയുള്ള ഇമ്പോർട്ടന്റ് പെർസെന്റേജ് ആദ്യം ഒന്ന് എഴുതിയെടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അടുത്തൊരു വളരെ ഇമ്പോർട്ടന്റ് പണ്ട് വളരെയധികം ചോദിച്ചിരുന്ന ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ അത്രയും ഫ്രീക്വന്റ് അല്ലാത്ത ഒരു വാല്യൂ ആണ് 25% എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ അടുത്തൊരു ഇമ്പോർട്ടന്റ് വാല്യൂ ആണ് നമ്മുടെ 33.33% എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 33.33% നമുക്കൊരു മിക്സഡ് ഫ്രാക്ഷൻ ഫോമിലേക്ക് എഴുതണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചോദിക്കാറുണ്ട്. 33 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ എവിടെങ്കിലും 0.33 കണ്ടാൽ അവിടെ എല്ലാം ഇനി എന്ത് വരും, 1/3 എന്ന് കൂടി വരും. അപ്പൊ അത് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്
നമ്മുടെ പെർസെന്റേജ് വാല്യൂസ് പഠിക്കുന്ന സമയത്ത് പലരും ഈ ഒരു 33.33% ചിലപ്പം കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ 33 1/3 എന്ന് കണ്ടിട്ടില്ലായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 33 1/3 വരുമ്പോൾ പലരും ആ മിക്സഡ് ഫ്രാക്ഷൻ റിസോൾവ് ചെയ്യാൻ നോക്കും. അപ്പൊ അങ്ങനെ ആയിരിക്കല്ല. നിങ്ങൾ 33.33യും 33 1/3യും ഒന്നാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. And ഇനി എവിടൊക്കെ 0.33 വരുന്നുണ്ടോ അവിടെ എല്ലാം നമ്മൾ എന്ത് എടുക്കുകയും വേണം, 1/3 തന്നെ എടുത്ത് പോവുകയും വേണം. ഓക്കെ, ഇനി ഇപ്പോഴ് നമുക്ക് ഈ ഒരു സമയത്ത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ട്രെൻഡിങ് വാല്യൂസ്, ലൈക്ക് ഇപ്പോഴത്തെ എക്സാമിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് വരുന്ന വാല്യൂസ് എന്നും നമുക്ക് പറയാൻ പറ്റുന്ന ചില വാല്യൂസിലേക്ക് പോവുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ഒരു വാല്യൂ ആണ് 16.66% എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, 16 വന്ന അതിന്റെ ഒരു ഫ്രാക്ഷണൽ ഫോം എന്ന് പറയുന്നത് എന്ത് വരും, 2/3 എന്ന് വരും. അപ്പൊ നമുക്ക് 16.66നെ നമുക്ക് 16 2/3% എന്നും പറയാൻ പറ്റും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി എവിടെങ്കിലും 0.66 വന്നാൽ അവിടെ എല്ലാം നമ്മൾ എന്ത് തന്നെയാണ് എടുക്കേണ്ടത്, 2/3 തന്നെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് കൂടി നമ്മളൊന്ന് മൈൻഡ് വെച്ചേക്കാം. ഇനി അതേപോലെ അടുത്തൊരു വളരെ ഇമ്പോർട്ടന്റ് വാല്യൂയിലേക്ക് പോവുകയാണെങ്കിൽ പിന്നുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് വാല്യൂ ആണ് 12.5% എന്ന് പറയുന്നത്. അതിനെയും നമുക്ക് ഈ പറഞ്ഞ എവിടെയൊക്കെ ഡെസിമൽ വരുന്നുണ്ടോ അവിടെ എല്ലാം നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതാൻ പറ്റും. അപ്പൊ 12.5നെ നമുക്ക് എങ്ങനെ എഴുതാം, 12.5 എന്ന് പറഞ്ഞാൽ 1/2 പകുതി. സോ അങ്ങനെയാണെങ്കിൽ 12 1/2% എന്ന് നമുക്ക് അതിനെ എഴുതാം. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ നിൽക്കല്ലേ, നമ്മൾ ആ 2 × 12 24 പ്ലസ് 1 25 25/2 അങ്ങനെ ആക്കാൻ നിൽക്കല്ല. അതുപോലെ തൊട്ട് മേളിൽ 16 2/3 വളരെ ഇമ്പോർട്ടന്റ് വാല്യൂ ആണ്. ആ ഒരു വാല്യൂ ഒക്കെ വരുമ്പോൾ പലരും ചെയ്യുന്നത് 3 × 16 48 പ്ലസ് 2 50 50/3 അങ്ങനെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെയൊന്നും എടുക്കാൻ നിൽക്കുകയോ ചെയ്യില്ല. നമുക്ക് ഇത് രണ്ടും ഒന്നാന്ന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ഓക്കെ, ഇനി നമുക്ക് അങ്ങനെ ആണെങ്കിൽ ഈ ഒരു എഴുതിയ വാല്യൂസിന്റെ ഒക്കെ ഫ്രാക്ഷൻ ഫോമിലേക്ക് നമുക്കൊന്ന് പോവാം. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എക്സാംസിൽ ചോദിക്കുന്ന ചില വാല്യൂസ് ആണ് ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം ഫ്രാക്ഷൻ ഫോമിലേക്ക് നമുക്കൊന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ 20%ന്റെ ഫ്രാക്ഷൻ ആണ് 1/5 എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ 1/5 വരുന്നതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. 20% എന്ന് പറഞ്ഞാൽ അതെന്താണ്, നമ്മൾ സാധാരണ സ്കൂൾ രീതി പറയുവാണെങ്കിൽ 20/100 ആണ്. ഈ 20/100 നമ്മൾ ഇവിടുന്ന് ക്യാൻസൽ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, 1/5 വരുന്നത്. അങ്ങനെ ഇവിടെ എഴുതിയിരിക്കുന്ന ഏതൊരു പെർസെന്റേജും അതിന്റെ ഫ്രാക്ഷൻ വാല്യൂയും വരുന്നത് ഈ ഒരു രീതിയിലാണ് നമുക്കത് വരുന്നത്. പക്ഷെ നമ്മൾ പണ്ട് സ്കൂൾ തൊട്ടേ ഇതിനെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെയും ഒരുപാട് പേര് അതിനെ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്യാതിരിക്കുക, നമ്മൾ ആ വാല്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയണം that അത് 1/5 ആണ് എന്ന് നമ്മൾ അറിയണം. 100 എടുത്ത് അതിനെ വെട്ടിയെടുക്കുന്ന രീതിയിൽ, കട്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ, റിസോൾവ് ചെയ്തെടുക്കുന്ന രീതിയിലേക്ക് പോകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ അടുത്ത 25%ന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ എന്ത് വരും, 1/4 എന്ന് വരും. അതേപോലെ നമ്മുടെ 33.33%ന്റെ ഫ്രാക്ഷൻ എന്താ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിനെ നോക്കാൻ വേറൊരു ആംഗിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോ ഈ 1/5 എന്ന് എഴുതിയേക്കുന്നില്ലേ, അതിലെ മേളത്തെ 1 ഇല്ലേ, അത് നിങ്ങളൊരു 100 ആണെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ 100നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ 20% വരുന്നത്. അതുപോലെ 100നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്, 25% വരുന്നത്. അങ്ങനെ നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ 100നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴായിരിക്കും 33.33 വരുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് 33.33 വരുന്നത്. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾക്ക് അതിനെ ആലോചിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ 100നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴായിരിക്കും 16.66 വരുന്നത്. നമ്മൾ 1നെ 6 കൊണ്ട് അല്ലെങ്കിൽ 100നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 16.66 എന്ന് പറയുന്ന ആ ഒരു ഫ്രാക്ഷൻ വാല്യൂ വരുന്നത്. അതേപോലെ 12.5 എന്ന് പറഞ്ഞാൽ അഗെയിൻ നമ്മൾ 100നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 12.5 വരുന്നത് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാം. നമ്മുടെ 25ന്റെ പകുതി അല്ലേ 12.5 എന്ന് പറയുന്നത്. നമ്മുടെ ഈ 25യുടെ ഹാഫ് ആണ് നമ്മുടെ ഈ 12.5 എന്ന് പറയുന്നത്. അപ്പൊ 25യുടെ ഹാഫ് ആണ് 12.5 എങ്കിലേ നമ്മുടെ ആ 1/4ന്റെ ഹാഫ് എന്തായിരിക്കും, 1/8 ആയിരിക്കണ്ടേ. അത്രയേ ഉള്ളൂ. അതുപോലെ 1/8ന്റെ ഹാഫ് എന്തായിരിക്കും, 1/16 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ 1/16ന്റെ കറസ്പോണ്ടിങ് പെർസെന്റേജ് എന്തായിരിക്കും, ആ 12.5യുടെ പകുതി ആയിരിക്കും. ആ 12.5യുടെ പകുതി എത്ര ആയിരിക്കും, 6.25 ആയിരിക്കും. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. എസ്പെഷ്യലി ഇപ്പോഴത്തെ ബാങ്ക് എക്സാംസിലേക്ക് ഒരുപാട് ചോദിക്കുന്നുണ്ട് ആ വാല്യൂ. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന വാല്യൂസും വരാറുണ്ട്. അപ്പൊ അതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് അതുകൂടി വേണമെങ്കിൽ ഇവിടെ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ 12.5യുടെ പകുതി എത്രയാണ്, 6.25% ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 6.25നെ നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ആ ഒരു നമ്മൾ 12.5യുടെ പകുതി 6.25 ആണെങ്കിൽ 1/8ന്റെ പകുതി എത്ര ആയിരിക്കും, 1/16 ആയിരിക്കും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ഇത്. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഹാഫ് ആണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെയൊക്കെ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് കൂടി വെക്കുവാണെങ്കിൽ നമുക്ക് അതെല്ലാം ഇങ്ങനെ കാണപ്പണം പഠിച്ചെടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. സ്കൂള് പോലെ നമുക്ക് നല്ലപോലെ ഇതേപോലെ ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് ഇനി ഒന്ന് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വാല്യൂസ് നമുക്കൊന്ന് എഴുതിയെടുക്കാൻ നോക്കിയാലോ. അപ്പൊ ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വാല്യൂസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അടുത്ത ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില വാല്യൂസ് ആണ് നമ്മുടെ 40%, അതേപോലെ തന്നെ നമ്മുടെ 60%, then നമ്മുടെ 80%,
അതേപോലെ നമ്മുടെ 75%. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന, സെപ്പറേറ്റ് കാണപ്പെടാൻ പിടിച്ചു നോക്കേണ്ട ആവശ്യമില്ല, ഇതുമായിട്ട് കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ് ഇതൊക്കെ. അതുപോലെ 66.66%, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എടുക്കാം? 66.66 എവിടെ വന്നാലും നമ്മൾ എന്താ എടുക്കേണ്ടത്? 2/3 എടുക്കേണ്ടത്. അപ്പൊ 66 2/3%. അതുപോലെ തന്നെ നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ഒരു വാല്യൂ ആണ് 83.33%. അല്ലെങ്കിൽ നമുക്ക് 0.33 വന്നാൽ എങ്ങനെ എടുക്കണം? 83 1/3%. ഇനി എവിടെ 0.33 കണ്ടാലും 1/3 തന്നെ എടുക്കണം. അതുപോലെ അടുത്തൊരു ഇമ്പോർട്ടന്റ് വാല്യൂ ആണ് 87.5%. അല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എടുക്കാം? 87 1/2 എന്ന് നമുക്ക് എടുക്കാം. സോ അഗൈൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില വാല്യൂസ് ആണ് ഇതെന്ന് പറയുന്നത്. ആൻഡ് ഇപ്പൊ റീസെന്റ് എക്സാമിൽ ചോദിച്ച ഒരു വളരെ ഇമ്പോർട്ടന്റ് ഒരു പെർസെന്റേജ് വാല്യൂ ഉണ്ടായിരുന്നു. ആക്ച്വലി ഒരു ഫ്രാക്ഷൻ വാല്യൂ ആയിരുന്നു. നമ്മുടെ ഈ പറയുന്ന 6.25 ആയിട്ട് കണക്ട് ചെയ്താണ് ആ വാല്യൂ വന്നിരുന്നത്. അതെന്താന്നുള്ളത് നമുക്ക് ഇതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, പിന്നെ നമുക്ക് ഇനി ഇതിന്റെയൊക്കെ പെർസെന്റേജ് വാല്യൂ എന്താണ്, ഫ്രാക്ഷൻ വാല്യൂ എന്താണ് എന്ന് നമുക്കൊന്ന് എഴുതിയെടുക്കാം. അപ്പോൾ 40%ന്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്തായിരിക്കും? ഇപ്പൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അവിടെ എഴുതിയേക്കുന്ന വെച്ച് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഈ 20ന്റെ ഡബിൾ അല്ലേ 40? ഇപ്പൊ 20ന്റെ ഡബിൾ 40 ആണെങ്കിലേ നമ്മുടെ ആ ഒരു 1/5 ഡബിൾ എത്ര ആയിരിക്കും? 2/5 ആയിരിക്കണ്ടേ? അത്രേ ഉള്ളൂ. അങ്ങനെ അങ്ങ് ഓർത്തെടുത്താൽ മതി. അടുത്ത് 60%. 60% എന്ന് പറയുമ്പോഴത്തേന് നമുക്കറിയാം ഈ പറയുന്ന 20%ന്റെ ട്രിപ്പിൾ അല്ലേ 60 എന്ന് പറയുന്നത്? 20 × 3 അല്ലേ 60? അങ്ങനെ 1/5 × 3 ചെയ്ത് നമുക്ക് എത്ര വരും? 3/5 എന്ന് വരും. അതേപോലെ അഗൈൻ നമ്മുടെ ഈ 20ന്റെ 4 ഇരട്ടി അല്ലേ 80? അങ്ങനെയാണെങ്കിൽ നമുക്ക് 20 × 4 ആണ് 80. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ 1/5യുടെ 4 ഇരട്ടി എത്ര വരും? 4/5 എന്ന് വരും. നോക്കിയേ, 2/5 3/5 4/5. അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒന്ന് പഠിച്ചു വെക്കുക, അതിനെ എന്ത് ചെയ്യുക? ഇതേപോലെ കണക്ട് ചെയ്തെടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അഗൈൻ ആലോചിച്ച് നോക്കിയാൽ 75%ന്റെ ഒരു ഫ്രാക്ഷണൽ വാല്യൂ എന്ത് വരുമായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ 25ന്റെ 3 ഇരട്ടി അല്ലേ 75 എന്ന് പറയുന്നത്? നമ്മുടെ 25 × 3 ആണ് 75 എന്ന് പറയുന്നത്. അങ്ങനെ 1/4 × 3 ചെയ്ത് നമുക്ക് എത്രയെന്ന് വരും? 3/4 എന്ന് വരും. ഓക്കെ, അത്രേ ഉള്ളൂ. ഈ ഒരു രീതിയിലാണ് അതിനെ കണക്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി അതേപോലെ നമ്മുടെ 66.66%, നമുക്കറിയാം നമ്മുടെ 33.33യുടെ ഡബിൾ ആണ് എന്തെന്ന് പറയുന്നത്? 66.66 എന്ന് പറയുന്നത്. അപ്പൊ 1/3യുടെ ഡബിൾ നമുക്ക് എത്ര ആയിരിക്കും വരാൻ പോകുന്നത്? 2/3 അല്ലേ വരാൻ പോകുന്നത്? അത്രേ ഉള്ളൂ. ഇനി അടുത്ത രണ്ട് വാല്യൂസ്, ഈ രണ്ട് വാല്യൂസ് കുറച്ച് സ്പെഷ്യൽ ആണ്. ഇത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് ഇത് രണ്ടും ആൻസർ ആയിട്ടാണ് കൂടുതലും വരുന്നത്. അപ്പൊ ഈ ഒരു വാല്യൂസ് എങ്ങനെയാണ് എടുക്കേണ്ടത്? അപ്പൊ 83.33%ന്റെ ഫ്രാക്ഷൻ എന്താ? അപ്പൊ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഈ പറയുന്ന 100 അടുപ്പിച്ചുള്ള വാല്യൂസ് ഒരുപാട് നമുക്ക് ആൻസർ ആയിട്ട് വരാറുണ്ട് നമ്മുടെ ഈ 80-90 റേഞ്ചിൽ. അപ്പൊ നമുക്കിപ്പോ 83.33% എന്താ, അതിന്റെ ഫ്രാക്ഷൻ എന്താ എന്ന് നമുക്കിപ്പോൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ അതിന്റെ വാല്യൂ ഓർമ്മ വരുന്നില്ലെങ്കിൽ, ഓക്കെ, അതിന്റെ വാല്യൂ ഇൻ കേസ് ചിലപ്പോൾ ഓർമ്മ വരുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടി എന്നുള്ളത് പറയാം. അതിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് 83.33 ഓർമ്മ വരുന്നില്ല, കുഴപ്പമില്ല. നിങ്ങൾ ഉടനെ എന്ത് ചെയ്യുക? ആ വാല്യൂ 100ൽ നിന്ന് എത്ര കുറവുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. എഴുതി മൈനസ് ഒന്നും ചെയ്യല്ല, 100ൽ നിന്ന് എത്ര കുറവുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ 83.33 കാണുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാവുന്നത് 100 വെച്ച് നമ്മൾ അതിനെ കമ്പയർ ചെയ്താൽ നമുക്കത് 100ൽ നിന്ന് 16.66 കുറവുണ്ട് അല്ലേ? നമ്മുടെ 16.66ന്റെ കുറവില്ലേ നമുക്ക് 100ൽ നിന്ന് 83.33 എന്ന് പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ 83.33 നമുക്ക് അറിയത്തില്ല, കുഴപ്പമില്ല, ഓക്കെ. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ 16.66 നമുക്ക് അറിയത്തില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് മതി ആൻസർ എടുക്കാൻ വേണ്ടി. എങ്ങനെ? നമുക്ക് 83 ശ്രദ്ധിച്ചേക്കണം. നമ്മുടെ 83.33 എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് 16.66ന്റെ കുറവുണ്ട്. എന്ന് പറഞ്ഞാൽ 1/6ന്റെ കുറവുണ്ട്. 16.66 എന്ന് പറഞ്ഞാൽ 1/6. അപ്പൊ അങ്ങനെയാണെങ്കിൽ 16.66ന്റെ കുറവുണ്ട് എന്ന് പറഞ്ഞാൽ 1/6ന്റെ കുറവുണ്ട്. എന്ന് പറഞ്ഞാൽ 6ൽ 1ന്റെ കുറവുണ്ട്. 6ൽ 1 കുറവാണെങ്കിൽ പിന്നെ അവിടെ ഉള്ളത് എത്ര ആയിരിക്കണം? 6ൽ 5 ഉണ്ടായിരിക്കണ്ടേ? 6ൽ 1 കുറവാണെങ്കിൽ 6ൽ 5 അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്രാക്ഷൻ എന്ത് വരും? നമ്മുടെ ഈ പറഞ്ഞ 5/6 എന്ന് വരും. നോക്കിയേ, അത്രേ ഉള്ളൂ. ഇതൊന്നും കാണപ്പെടാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വളരെ സ്മാർട്ട് ആയിട്ട് ഒന്ന് ആലോചിച്ചെടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി ഒന്ന് ആലോചിക്കുക, 87.5%ന്റെ ഫ്രാക്ഷൻ എന്ത് വരുമായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം പറഞ്ഞ അതേ ഐഡിയ വെച്ച് നിങ്ങൾക്ക് ആ 87.5% പറഞ്ഞാൽ അവിടെ എത്രയുടെ കുറവുണ്ട്? 12.5ന്റെ കുറവില്ലേ? അങ്ങനെയാണെങ്കിൽ 12.5യുടെ കുറവാണുള്ളെങ്കിൽ പിന്നെ അവിടെ ഉള്ളത് എത്ര ആയിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. 12.5യുടെ കുറവുണ്ടെങ്കിൽ അവിടെ 1/8ന്റെ കുറവുണ്ട്. ആൻഡ് 1/8 കുറവാണെങ്കിൽ 8ൽ 1 കുറവാണ്. 8ൽ 1 കുറവാണെങ്കിൽ പിന്നെ അവിടെ ഉള്ളത് എത്ര ആയിരിക്കണം? 8ൽ 7 അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു 87.5%ന്റെ ഫ്രാക്ഷൻ എന്തായിരിക്കും വരാൻ പോകുന്നത്? 7/8 ആയിരിക്കും വരാൻ പോകുന്നത്.
ഓക്കെ, ഇങ്ങനെയാണ് ഈ വാല്യൂസിനെയൊക്കെ എടുക്കുന്നത്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ 1/16 കണക്ട് ചെയ്ത് നമുക്ക് എക്സാമിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഇപ്പൊ റീസെന്റ് വന്ന രണ്ട് ആൻസേഴ്സിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. നമുക്കൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് റീസെന്റ് നടന്ന ഒരു എക്സാമിൽ, ബാങ്ക് എക്സാമിൽ ഒരു എക്സാമിൽ നമുക്ക് വന്ന ഒരു ആൻസർ ആയിരുന്നു 7/16 എന്ന് പറയുന്നത്. 7/16 എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് വളരെ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഒരു ആൻസർ ആണ് നമ്മുടെ ഈ പറയുന്ന 15/16 എന്ന് പറയുന്നത്. ഈ രണ്ട് ഫ്രാക്ഷൻസ്, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ്. രണ്ടും നമ്മുടെ ഈ 15/16 നമുക്ക് പണ്ട് തൊട്ടേ വരുന്നതാണ്. ആൻഡ് ഈ 7/16 ഈ വട്ടം നടന്ന ഒരു എക്സാമിൽ, ഈ വർഷം നടന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് എക്സാമിൽ വന്ന ഒരു വാല്യൂ ആണ് 7/16. യൂഷ്വലി ഒരു ക്വസ്റ്റിന്റെ ആൻസർ പെർസെന്റേജ് ആണെങ്കിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മൾ അവസാനം എത്തുന്ന പെർസെന്റേജിലേക്ക് ആയിരിക്കത്തില്ല. നമ്മൾ ചെയ്തു വരുമ്പോൾ ആദ്യം എത്തുന്നത് ഒരു ഫ്രാക്ഷനിലേക്കായിരിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ അതിനെ ഇൻറ്റു 100 ഒക്കെ ഇട്ട് കട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പെർസെന്റേജ് വാല്യൂലേക്ക് എത്തുന്നത്, ഓപ്ഷനിൽ കൊടുത്തേക്കുന്ന പെർസെന്റേജ് വാല്യൂലേക്ക് എത്തുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഇപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, മിക്ക ആൾക്കാരും എന്ത് ചെയ്യും, ഇൻറ്റു 100 ഇട്ടിട്ട് ആ 100ഉം 16ഉം കട്ട് ചെയ്ത് താഴെ 4ഉം ആക്കി, ആ 100നെ വെട്ടി 25ഉം ആക്കി, പിന്നെ ആ 25 ഇൻറ്റു 7 ചെയ്ത് പിന്നെ ആ കിട്ടുന്ന ആൻസറിനെ നമ്മൾ ഈ പറഞ്ഞ 4 കൊണ്ട് ഡിവൈഡും ചെയ്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും ആൻസർ കണ്ടുപിടിക്കുന്നത്. പക്ഷേ നിങ്ങൾ അതിനെ എടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, എപ്പോഴും 7/16 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വർഷം വന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് വാല്യൂ, അതിന്റെ ആൻസർ എടുക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ 7 അങ്ങ് മാറ്റുക, എന്നിട്ട് ആ 1/16 മാത്രം എടുക്കുക. നിങ്ങൾക്ക് 7/16 അറിയത്തില്ല, ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ വളരെ സ്മാർട്ട് ആയിട്ട് ആക്ട് ചെയ്യുക. 7/16 നിങ്ങൾക്ക് അറിയത്തില്ല, അറിയണ്ട, 7 അങ്ങ് മാറ്റുക. 1/16 നിങ്ങൾക്ക് അറിയത്തില്ലേ? അങ്ങനെയെങ്കിൽ എന്താ ഈ 1/16 എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം പറഞ്ഞ ആ സൈഡിൽ എഴുതിയിരിക്കുന്ന 6.25 അല്ലേ അതെന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ 7 ഇൻറ്റു 6.25 ചെയ്താൽ പോരെ? അപ്പൊ അതും ഇനി എഴുതി മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ എന്ന് ആലോചിക്കേണ്ട, സ്പ്ലിറ്റ് ചെയ്തങ്ങ് ചെയ്താൽ മതി. 7 6 42 അതായി. ഇനി പ്ലസ് നമ്മൾ 7 ഇൻറ്റു 0.25, ഇപ്പൊ 7 ഇൻറ്റു 25 175, അപ്പൊ അത് പോയിന്റ് കൂടി അടിച്ച് ചെയ്യുമ്പോൾ 1.75 എന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ 42 പ്ലസ് 1.75 നമുക്ക് എത്രയെന്ന് വരും? 43.75 എന്ന് വരത്തില്ലേ? നിങ്ങൾ നോക്കിയേ, നമുക്കത് ഇൻറ്റു 100 ഒക്കെ ചെയ്യുന്നേക്കാളും എന്തുകൊണ്ടും നല്ലതല്ലേ ഇത് മൈൻഡ് ആലോചിച്ചെടുത്തൂടെ ഈ വാല്യൂ? നമുക്ക് ഇങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ആലോചിച്ചാൽ പോരെ? നമുക്ക് എഴുതി മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ഏയ്, അതേപോലെ തന്നെയാണ് ഈ 15/16 എന്ന് പറയുന്നത്. ഇപ്പൊ 15/16 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ എത്രേന്റെ കുറവുണ്ട്? 1/16ന്റെ കുറവുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കവിടെ 100ന്ന് 6.25% കുറവുണ്ട്. അപ്പൊ അത്രയും കുറവാണെങ്കിൽ പിന്നെ അവിടെ ഉള്ളത് എത്ര ആയിരിക്കും? 93.75 ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ഒരു ആൻസർ ആയിട്ട്, ഒരുപാട് ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്ന ഒരു വാല്യൂ ആണ് ഈ 93.75 എന്ന് പറയുന്നത്. അപ്പൊ തൊട്ട് മേളിൽ കാണുന്ന 43.75 ഈ വർഷം വന്നതാണ്. പക്ഷെ ആ 93.75 വർഷങ്ങളായിട്ട് വരുന്നതാണ്, ഇപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പം കാണാൻ പറ്റും. അത് നമ്മൾ ഏതുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്? ആ 1/16ന്റെ വാല്യൂസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ ആ 1/16 ഇൻറ്റു 7ഉം അതുപോലെ നമ്മുടെ ആ 1/16 ഇൻറ്റു 15ഉം, അല്ലെങ്കിൽ നമ്മുടെ ആ 15/16 എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് 1/16ന്റെ കുറവ് എന്നൊരു ആംഗിളിൽ നമുക്ക് പറയാൻ പറ്റും. അതേപോലെ നമ്മൾ ഈ എഴുതിയേക്കുന്ന 83.33നെ വേറൊരു രീതിയിൽ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം. ആ 1/6 ഇൻറ്റു 5 ചെയ്യുമ്പോഴാണ് ആ 5/6 വരുന്നത്. അതുപോലെ നമ്മുടെ ആ 1/8 ഇൻറ്റു 7 ചെയ്യുമ്പോഴാണ് 7/8 വരുന്നത് എന്നും നമുക്ക് പറയാൻ പറ്റും. അപ്പൊ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ പെർസെന്റേജ് വാല്യൂസ് ആണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ നല്ലപോലെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ വാല്യൂസ് ഒക്കെ തന്നെ വളരെ നല്ലപോലെ അറിഞ്ഞിരിക്കുക. പക്ഷെ കഴിഞ്ഞിട്ടില്ല, നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പെർസെന്റേജ് വാല്യൂസും അതിന്റെ ഫ്രാക്ഷൻ വാല്യൂസും അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പെർസെന്റേജ് വാല്യൂസും ഫ്രാക്ഷൻ വാല്യൂസും ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചുകൂടി ഒരു സീരീസ് പോലെ വരുന്ന വാല്യൂസിനെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ ഒരു സീരീസ് പോലെ വരുന്ന വാല്യൂസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് നമ്മുടെ 1/7ന്റെ സീരീസ് എന്ന് പറയുന്നത്. 1/7ന്റെ സീരീസ്, 1/7ന്റെ സീരീസ് സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് ആ 1/7ന്റെ സീരീസിലെ നമുക്ക് ഏറ്റവും റഫ് ആയിട്ടുള്ള പെർസെന്റേജ് വാല്യൂസ് വരുന്ന സീരീസ് ആണ് 1/7ന്റെ സീരീസ്. ഏറ്റവും കൂടുതൽ പാടുള്ള, ഏറ്റവും കൂടുതൽ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുള്ള, ഏറ്റവും റഫ് ആയിട്ടുള്ള വാല്യൂസ് വരുന്ന സീരീസ് ആണ് 1/7ന്റെ സീരീസ്. അപ്പൊ 1/7ന്റെ സീരീസ് വരുമ്പോൾ നമുക്ക് ആദ്യം അവിടെ 1/7 വരും. 1/7 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് അത് 14.28% ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ അടുത്ത 2/7 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 28.57% ആണ് അതെന്ന് പറയുന്നത്. അടുത്ത 3/7 എന്ന് പറയുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് പെർസെന്റേജ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ 42.85% ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആ വാല്യൂസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതായിരിക്കും എന്തുമാത്രം റഫ് ആയിട്ടുള്ള വാല്യൂസ് ആണുള്ളത്. അതുകൊണ്ടാണ് ഒരുപാട് പേര് അത് ഓർത്ത് വെക്കാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നത്. ആൻഡ് ഈ 1/7ന്റെ സീരീസ് പഠിച്ചു വെക്കാൻ ഭയങ്കരമായിട്ട് പാടുപെടുന്നത്. അപ്പൊ നമുക്ക് തീർന്നിട്ടും ഇല്ല. നമുക്ക് അത് 1/7, 2/7, 3/7 ആയിട്ടുള്ളൂ. ഇനി നമുക്ക് എന്തൊക്കെ ബാക്കിയുണ്ട്? 4/7 ബാക്കിയുണ്ട്. അതുപോലെ നമുക്ക് 5/7 ബാക്കിയുണ്ട്. അതുപോലെ നമുക്ക് 6/7 ബാക്കിയുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിലേ
നമുക്ക് ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി നിങ്ങളുടെ ഇനീഷ്യൽ ഡേയ്സിൽ നിങ്ങൾ പഠിച്ച് തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ആ ഇനീഷ്യൽ ഡേയ്സിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ 1/7 സീരീസ് അല്ലേ. അപ്പോൾ 1/7 സീരീസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് വരുന്ന 7 ഡബിൾ ആണ് നമ്മുടെ 14 എന്ന് പറയുന്നത്. ആൻഡ് 14 ഡബിൾ ആണ് 28 എന്ന് പറയുന്നത്. ആൻഡ് 28 ഡബിൾ 56 ആണ്. പക്ഷെ നമ്മൾ അതിനെ ഒരു വട്ടം കൂടി ഡബിൾ ആക്കുന്നുണ്ട്, അതിനെ 57 എടുക്കുക, ഒന്നുകൂടി കൂട്ടി. ഓക്കെ, അപ്പൊ 1/7 സീരീസ്, 7 ഡബിൾ 14, 14 ഡബിൾ 28, ഒരു വട്ടം ഡബിൾ ആക്കി. ഇനി ഒന്നുകൂടി ഡബിൾ ആക്കുമ്പോൾ 28 ഡബിൾ 56 ആണ്. അപ്പൊ പക്ഷെ ഒന്നുകൂടി ഡബിൾ ആക്കുന്നതുകൊണ്ട് നിങ്ങൾ ആ 56ന് പകരം ഒന്നുകൂടി കൂട്ടി 57 എടുക്കുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, ഒന്ന് ഇൻക്രീസിങ് ഓർഡറിൽ ഒന്ന് നമ്പർ ചെയ്യുക. അപ്പൊ നമ്മൾ അതിനെ ഒന്ന് ഇൻക്രീസിങ് ഓർഡറിൽ നമ്പർ ചെയ്താൽ 1ന്റെ മേളിൽ 1 വരും, 2ന്റെ മേളിൽ 2 വരും, നമുക്കത് 3 ഇല്ലാത്തതുകൊണ്ട് 4ന്റെ മേളിൽ 3 വരും, 5ന്റെ മേളിൽ 4 വരും, നമുക്ക് 3ഉം ഇല്ല 6ഉം ഇല്ല. അങ്ങനെ നമുക്ക് 7ന്റെ മേളിൽ 5ഉം നമ്മുടെ 8ന്റെ മേളിൽ 6ഉം വരും. അപ്പൊ നമുക്ക് അവിടെ 6 എണ്ണം അല്ല വേണ്ടിയേ. നോക്കിക്കേ, മുകളിൽ നോക്കിക്കേ, 6 എണ്ണമാണ് നമുക്ക് വേണ്ടിയത്. അങ്ങനെ 6 എണ്ണം ഇല്ലേ. ഇനി ഇത് വെച്ചുകൊണ്ട് എങ്ങനെ ആൻസർ എടുക്കാം? ഇത് വെച്ചുകൊണ്ട് ആൻസർ എടുക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 1/7 എന്ന് പറയുമ്പോൾ നിങ്ങൾ 1 ഏതിന്റെ മേളിലാണ് എഴുതിയെന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ 1 എഴുതിയത് 1ന്റെ മേളിൽ തന്നെ അല്ലേ. അപ്പൊ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ 1 എഴുതിയത് 1ന്റെ മേളിൽ തന്നെ ആണെങ്കിൽ അവിടുന്ന് 4 എണ്ണം എടുക്കുക. 1428. നിങ്ങൾ നടുക്കൊരു ഡോട്ട് ഇടുക, ഒരു പെർസെന്റേജ് ഇടുക, 14.28%. ഇവിടെ നോക്കിയേ, 14.28%. അടുത്ത 2/7 എന്ന് പറയുമ്പോൾ നിങ്ങൾ 2 എവിടെ എഴുതിയെന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾ 2 എഴുതിയത് എവിടെയാണ്? 2യുടെ മേളിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് 4 എണ്ണം എടുത്ത് 28.57, 28.57%. നടുക്ക് ഡോട്ട് ഇടുക, പെർസെന്റേജ് ഇടുക, 28.57%. അപ്പൊ 28.57%. ഇനി അടുത്ത 3/7 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ അവിടെ 3 ഇല്ല. അപ്പൊ നമ്മൾ ആ 3 എഴുതിയേക്കുന്ന 4ന്റെ മേളിലാണ്. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് 4 എണ്ണം എടുക്കുക, 4, 2, 8, 5. എന്നിട്ട് നേരത്തെ പറഞ്ഞാൽ നടുക്കൊരു ഡോട്ട് ഇടുക, ഒരു പെർസെന്റേജ് ഇടുക. അങ്ങനെയാണെങ്കിൽ 42.85%, 42.85%. ഓക്കെ അല്ലേ. അപ്പൊ ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ എന്താ അവിടെ സംഭവിക്കുന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള വാല്യൂസ് എന്ത് വരും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ മൈൻഡിൽ ആലോചിച്ച് ഞാൻ എഴുതാം. ഓക്കെ, നിങ്ങൾ മൈൻഡിൽ ആലോചിക്കുമ്പോൾ ഞാൻ അത് എഴുതാം. അപ്പൊ എന്തായിരിക്കും നമ്മുടെ 4/7 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. 4 നമ്മൾ 8ന്റെ മേളിൽ എഴുതിയേക്കുന്നത്, 5ന്റെ മേളിലല്ലേ. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് 4 എണ്ണം എടുക്കണം. അപ്പൊ നമുക്ക് അവിടുന്ന് 4 എണ്ണം എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 57. പക്ഷെ അത് അവിടെ തീർന്നു പോകുമല്ലേ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? നേരെ കറങ്ങി മുമ്പിൽ വന്നാൽ മതി. നേരെ കറങ്ങി മുമ്പിൽ വരും, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 57.14%. അടുത്ത 5/7. നമ്മൾ 5 എഴുതിയതിന്റെ മേളിൽ 7ന്റെ മേളിലല്ലേ. ആണെങ്കിൽ അവിടെ 4 എണ്ണം എടുത്ത് 71.42%. നോക്കി. അടുത്ത ലാസ്റ്റ് വൺ 6/7. 6 എവിടെ എഴുതിയത്? നമ്മൾ ആ 8ന്റെ മേളിലല്ലേ. അങ്ങനെയാണെങ്കിൽ അവിടെ 4 എണ്ണം എടുത്ത് 85.71%. നോക്കിയാൽ നമുക്കത് വളരെ നമ്മളത് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ അല്ല എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മളവിടെ വളരെ എക്സാക്റ്റ് ആയിട്ട് 85.71. നമ്മൾ ആ 1 ഒന്നും എഴുതാറ് പോലുമില്ല. നിങ്ങൾക്കറിയാം, ഇഗ്നോർ ചെയ്യുന്ന ഒരു വാല്യൂ ഇങ്ങനെയൊക്കെ ഡെസിമൽ വരുമ്പോൾ സമയത്ത്. പക്ഷെ നമ്മൾ അതടക്കമാണ് എഴുതിയേക്കുന്നത് 85.71%. അത്രയും അക്യുറേറ്റ് ആയിട്ടാണ് നമ്മൾ അതിനെ എഴുതിയേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ വാല്യൂസിനെയൊക്കെ തന്നെ ഓർത്ത് വെക്കാം. ഇതിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 വാല്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ 14.28%ഉം അതിനേക്കാളും ഇമ്പോർട്ടന്റ് 28.57%ഉം ആണ്. നമ്മുടെ എല്ലാ സീരീസിന്റെയും ആദ്യത്തെ വാല്യൂവിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത്. അതും നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഓക്കെ അല്ലേ. ഈ രീതിയിൽ നിങ്ങൾക്ക് 1/7 സീരീസ് ഓർത്ത് വെക്കാൻ പറ്റും. 1/7 സീരീസ് വളരെ യൂസ്ഫുൾ ആണ്. ബിക്കോസ് ആ വാല്യൂസ് വന്നാൽ മാത്രമല്ല, അതിന്റെ അടുത്തുള്ള വാല്യൂസ് വന്നാലും നിങ്ങൾക്ക് ഇതെടുത്ത് അപ്രോക്സിമേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് 28.57 പകരം നിങ്ങൾക്ക് വളരെ റഫ് ആയിട്ട് അതിന്റെ അടുത്ത് വരുന്ന ഒരു വാല്യൂ ആണ് 29%. പ്രൈം നമ്പർ കൂടിയാണ് 29. അപ്പൊ നമുക്കത് എടുക്കുന്നത് നല്ല പാടായിരിക്കും. പക്ഷെ അത് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2/7 എടുത്ത് ചെയ്യാം. എക്സാക്ട് ആൻസർ കിട്ടുമോ? ഇല്ല. പക്ഷെ അടുത്തുള്ള ആൻസർ കിട്ടും. അതിന്റെ ഓപ്ഷൻ അല്ലേ ഉള്ളത്, അത് ഉപയോഗിക്കുക. അതുപോലെ അടുത്ത 42.85, 43 അഗൈൻ എന്ത് നമ്പർ? ഒരു പ്രൈം നമ്പർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ 43 ചോദിക്കുന്ന സമയത്ത് 43 എടുത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല പാടായിരിക്കും. അത് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ എടുത്തേ പറ്റത്തുള്ളൂ, വെട്ടാൻ പറ്റത്തില്ല. പക്ഷെ ആ സമയത്ത് ആ 3/7 എടുത്ത് ചെയ്താൽ പോരെ, ചെറിയ നമ്പേഴ്സ് അല്ലേ, പെട്ടെന്ന് ആൻസർ വരത്തില്ലേ. അതുപോലെ 57 ഒരു പ്രൈം നമ്പർ അല്ല. പക്ഷെ 57 എന്ന് പറഞ്ഞാൽ 3 into 19 ആണ്. 3 into 19 ആണ് 57 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിനെ ഇപ്പൊ 3 കൊണ്ട് വെട്ടിയാലും നമുക്ക് വന്ന് നിൽക്കാൻ പോകുന്ന 19 അതൊരു പ്രൈം നമ്പറാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു കേസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് പകരം 4/7 എടുത്തങ്ങ് ചെയ്താൽ പോരെ, അത് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ലേ. അതേപോലെ 71.42 നമുക്ക് 71% വളരെ ഇമ്പോർട്ടന്റ് ആണ്. 71 പ്രൈം നമ്പർ, എഗെയിൻ പ്രൈം നമ്പർ, അതും വലിയ പ്രൈം നമ്പർ. അപ്പൊ അത് വരുന്ന സമയത്തും 71 എടുത്ത് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലതല്ല 5/7 എടുത്ത് ചെയ്യുന്നത്. 5ന്റെ ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ട് നമ്മൾ ഇതേപോലെ തന്നെ നേരത്തെ വേദിക് മാത്സിന്റെ സെഷൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ ഉറപ്പായിട്ടും ചാനലിൽ സെർച്ച് ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ ആ ഒരു വേദിക് മാത്സിന്റെ ഏകദേശം
കുറേ വീഡിയോസ് പോയിട്ടുണ്ട് ഷോർട്ട് ട്രിക്സിന്റെ ഒക്കെ. അപ്പൊ അവിടെ നമ്മൾ ഈ 5 കൊണ്ട് എങ്ങനെ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്നുള്ളതും അതേപോലെ ഒരുപാട് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ട്സ് ഒക്കെ തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 71 വന്നാലും എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഐഡിയ യൂസ് ചെയ്യാം. അതേപോലെ നമ്മുടെ 86%, അഗൈൻ 86 ഒരു പ്രൈം നമ്പർ അല്ല, പക്ഷേ 86നെ നമ്മളിപ്പോൾ 2 കൊണ്ട് കട്ട് ചെയ്താൽ നമുക്ക് 43 വരും, വിച്ച് ഇസ് എ പ്രൈം നമ്പർ. അപ്പൊ അവിടെ വന്ന് എന്തായാലും സ്റ്റക്ക് ആവും നമ്മൾ. ഓക്കെ, എന്നാൽ നമ്മൾ ഈ പറഞ്ഞ 86 എന്ന് പറഞ്ഞാൽ 86/100 എടുത്തിട്ട് അതിനെ വെട്ടിയാൽ നമുക്ക് 43/15 വരും. ആ 43 എന്തായാലും ഒരു പ്രൈം നമ്പറാണ്, പിന്നെ വെട്ടാൻ പറ്റത്തില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് ആ 6/7 എടുത്ത് ചെയ്താൽ പോരെ, കുറച്ചുകൂടി പെട്ടെന്ന് ആൻസർ ആയിട്ട് ഹെൽപ്പ് ചെയ്യത്തില്ലേ. അപ്പൊ ഇത് വന്നാൽ മാത്രമല്ല, ഇതിന്റെ അടുത്തുള്ളത് വന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ സ്മാർട്ട് ആയിട്ട് ഈ വാല്യൂസ് എടുക്കണം. അതാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് സീരീസിലേക്ക് നമുക്ക് പോവാം. അപ്പൊ അടുത്തൊരു ഇമ്പോർട്ടന്റ് സീരീസിലേക്ക് പോവാണെങ്കിൽ അടുത്തൊരു വളരെ ഇമ്പോർട്ടന്റ് സീരീസ് ആണ് 1/8ന്റെ സീരീസ്. 1/8ന്റെ സീരീസ്. അപ്പൊ 1/8ന്റെ സീരീസിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞാൽ 1/7ന്റെ സീരീസ് നമ്മൾ പറഞ്ഞു ആദ്യത്തെ 2 വാല്യൂ മാത്രമാണ് ഇമ്പോർട്ടന്റ് നമ്മൾ പറഞ്ഞു. പക്ഷെ 1/8ന്റെ സീരീസ് വരുമ്പം എല്ലാ വാല്യൂസും ഇമ്പോർട്ടന്റ്. എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/8 സീരീസിലെ 5 വാല്യൂ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വാല്യൂസ് ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഒന്ന് 1/8 ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വാല്യൂ 1/8 എന്ന് പറഞ്ഞത് എത്രയായിരുന്നു? 1/8 12.5% അല്ലേ, ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. ഇനി അടുത്ത 2/8. 2/8 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 2/8 നമ്മൾ പഠിച്ചില്ലല്ലോ എന്ന് വിചാരിക്കില്ല. 2/8 കട്ട് ചെയ്ത് എന്ത് വരും? 1/4 എന്ന് വരത്തില്ലേ? കാരണം 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25%. 25% വന്നാൽ 1/4 തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് 2/8 എടുക്കാം, 3/12 എടുക്കാം, 4/16 എടുക്കാം, 5/20 എടുക്കാം, എടുത്തോണ്ടേ ഇരിക്കാം അപ് ടു ഇൻഫിനിറ്റി. അത് തന്നെ ഒരു പ്രീവിയസ് ഇയർ SSC ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ഫ്രാക്ഷനെ എത്ര ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, ഇൻഫിനൈറ്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. റെയിൽവേ എക്സാമിലാണ് ചോദിച്ചത്. ഓക്കെ, ശരി. അപ്പൊ 25 എന്ന് പറഞ്ഞാൽ 1/4 തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് അതിനെ 2/8 എന്ന് എടുക്കാം. ഈ പറഞ്ഞ പോലെ പല രീതിയിലും എടുക്കാൻ പറ്റും. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത വരുന്ന ഒരു വാല്യൂ ആണ് 3/8 എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന ഒരു വാല്യൂ ആണ് 4/8. എന്താ 4/8 നിങ്ങളൊന്ന് ആലോചിക്കുക. ആ 8ന്റെ പകുതി അല്ലേ 4? അങ്ങനെയാണെങ്കിൽ അത് 50% ആയിരിക്കത്തില്ലേ? ഇനി അത് കഴിഞ്ഞാൽ അടുത്ത നമുക്ക് വരുന്ന വാല്യൂ ഏതാണ്? 5/8 ആണ്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന വാല്യൂ ഏതാണ്? 6/8. ആ 6/8 കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? 3/4 വരുന്നത്. ഓൾറെഡി പഠിച്ച വാല്യൂ അല്ലേ 3/4? എത്ര പെർസെന്റേജാ? 75%. നമ്മൾ പറഞ്ഞ 3/4 തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വാല്യൂ ഏതാണ്? നമ്മൾ അടുത്ത പഠിച്ച ഒരു വാല്യൂ ആണ് വരുന്നത് 7/8. 7/8 നമ്മൾ പഠിച്ച ഒരു വാല്യൂ എത്രയായിരുന്നു? 87.5%. അപ്പൊ നിങ്ങൾ നോക്കിയാൽ നമ്മൾ ഓൾറെഡി അവിടെ എഴുതിയിരിക്കുന്ന ആ 7 വാല്യൂ ഇല്ലേ, 5 വാല്യൂയും ഓൾറെഡി പഠിച്ച വാല്യൂ അല്ലേ? ശരിക്കും ആ നടുക്കുള്ള 2 മാത്രമല്ലേ ഉള്ളൂ ഇനി പഠിക്കാൻ വേണ്ടി. അപ്പൊ ഇനി ആ നടുക്കുള്ള 2 മാത്രം നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു 1/8ന്റെ കൂടെ നിങ്ങൾക്കത് ഓർത്ത് വെക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. 1/8ന്റെ കൂടെ ഒരു 2/8 കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? 3/8 വരുന്നത്. 1/8 പ്ലസ് 2/8, 1 പ്ലസ് 2 3, 3/8. അങ്ങനെയാണെങ്കിൽ എന്താ ഈ 2/8 എന്ന് പറഞ്ഞാൽ 25% അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആ 12.5യുടെ കൂടെ ഒരു 25% കൂടി ഒന്ന് എടുത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രയെന്ന് കിട്ടും? 37.5% എന്ന് വരും. നിങ്ങൾക്ക് അതൊന്ന് ഓർത്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. അത് കാണാപ്പാഠം പഠിച്ചു വെക്കാതിരിക്കാൻ. ഇനി അഗെയിൻ നമ്മുടെ ആ ഒരു 3/8ന്റെ കൂടെ വീണ്ടും ഒരു 2/8 ആഡ് ചെയ്യുമ്പോഴല്ലേ നമ്മുടെ 5/8 വരുന്നത്. 3 പ്ലസ് 2 5, 5/8. അങ്ങനെയാണെങ്കിൽ വീണ്ടും 2/8 എന്ന് പറഞ്ഞാൽ 25% തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മൾ ഈ പറയുന്ന ആ 37.5യുടെ കൂടെ നമ്മൾ ഒരു 25 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 25% കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്നത് എന്തായിരിക്കും? 62.5% ആയിരിക്കും നമുക്ക് അവിടെ വരാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് വീണ്ടും ഈ 5/8ന്റെ കൂടെ നമ്മളൊരു 2/8 കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ച 7/8 നമുക്ക് കിട്ടുന്നത്. 5 പ്ലസ് 2 7, 7/8. അങ്ങനെ വീണ്ടും ആ 62.5യുടെ കൂടെ നമ്മൾ ഇതേ പറഞ്ഞ 2/8 എന്ന് പറഞ്ഞാൽ 25% ആണ്. സോ ആ 25% ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ച വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയ 87.5% നമുക്ക് കിട്ടും. നിങ്ങൾക്ക് അത് ഓർത്തെടുക്കാൻ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് തന്നെ ഓർത്ത് വെക്കാം. ഇനി എന്താണ് ഇതിന്റെ ആ നടുക്കുള്ള 2 വാല്യൂ? ബാക്കിയുള്ള വാല്യൂടെയൊക്കെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാം. പക്ഷെ നടുക്കുള്ള 2 വാല്യൂയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ 2 വാല്യൂ കുറച്ച് സ്പെഷ്യലാ. എന്തുകൊണ്ട് സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ആ 2 വാല്യൂ ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആ 37.5ഉം നമ്മളുടെ ആ ഒരു 62.5 അത് 2 വാല്യൂ കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്രയാണ് വരുന്നത്? 100% വരുന്നത്. എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു വാല്യൂ ക്വസ്റ്റ്യനിൽ വന്നാൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മറ്റേ വാല്യൂ നമുക്ക് എടുക്കേണ്ടി വരും ആ ക്വസ്റ്റ്യനിൽ സോൾവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്. എന്തുകൊണ്ടാ ഒരു നമ്പർ 37.5% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നോട് ഉള്ളത് 62.5% ആയിരിക്കും.
അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വാല്യൂ വന്നാൽ മറ്റേ വാല്യൂ ഉറപ്പായിട്ടും എടുക്കേണ്ടി വരും. എന്താണ് രണ്ടും കൂടി ചേരുന്നതാണ് 100% എന്ന് പറയുന്നത്. സോ ആ ഒരു ആംഗിളിൽ ഈ വാല്യൂസ് വളരെ ഇമ്പോർട്ടന്റ്. ഈ 37.5ഉം ഈ 62.5ഉം ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടെ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1/8ന്റെ സീരീസ് നിങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത നമുക്കൊരു സീരീസിലേക്ക് പോവാം. അടുത്തൊരു വളരെ ഇമ്പോർട്ടന്റ് സീരീസിലേക്ക് വരുവാണെങ്കിൽ 1/9ന്റെ സീരീസിലേക്ക് നമുക്ക് വരാം. അപ്പോൾ 1/9ന്റെ സീരീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഈ 1/9 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 100നെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 11.11 എന്ന് വരത്തില്ലേ? അതേപോലെ നമ്മൾ 2/9 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതെന്ന് പറഞ്ഞാൽ എത്രയെന്ന് വരും? 22.22 എന്ന് വരും. അപ്പോൾ 22.22%. അതേപോലെ അടുത്ത നമ്മൾ 3/9 എടുത്താൽ അത് കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? 1/3 വരുന്നത്. അത് ഓൾറെഡി നമ്മൾ പഠിച്ചതാ 33.33% എന്ന്. ആൻഡ് നമ്മൾ അതേപോലെ അങ്ങനെയാണെങ്കിൽ 4/9 എടുത്ത് എന്ത് വരും നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താ അവിടെ സംഭവിക്കുന്നതെന്ന്. 44.44% എന്ന് വരും. അപ്പൊ ശരിക്കും നമ്മുടെ 1/9ന്റെ സീരീസ് ഏതിന്റെ ടേബിളാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ 11ന്റെ ടേബിൾ അല്ലേ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഈ 11ന്റെ ടേബിൾ അറിയുന്ന ഏതൊരാൾക്കും അതിലെ ഏത് വാല്യൂ വേണമെങ്കിലും എഴുതിയെടുത്തൂടെ? അങ്ങനെയാ നമുക്കത് ബാക്കിയുള്ള വാല്യൂസ് ഇതേപോലെ അങ്ങ് എഴുതിയെടുത്താൽ പോരെ. 5/9 എന്ത് വരും? 55.55% വരും. 7/9 ഇമ്പോർട്ടന്റ് വാല്യൂ ആണ്. 7/9 എന്ത് വരും? 77.77% എന്ന് വരും. അങ്ങനെ ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. വീണ്ടും നിങ്ങൾക്ക് അത് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇതുവരെ പറഞ്ഞ ഒരു വാല്യൂ നിങ്ങൾ കാണപ്പെടാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലപോലെ ഓർത്തെടുക്കാൻ പറ്റും. അതേപോലെ ഇതിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരു സീരീസ് ആണ് നമ്മുടെ 1/11ന്റെ സീരീസ് എന്ന് പറയുന്നത്. 1/9ന്റെ സീരീസ് പറയുന്ന പോലെ തന്നെ അതിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരു സീരീസ് ആ 1/11ന്റെ സീരീസ്. ഇപ്പൊ 1/11ന്റെ സീരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അവിടെ 1/11 വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ 100നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എത്ര വരും എന്ന് ആലോചിച്ച്. നിങ്ങൾക്ക് 9 ടൈംസ് പോകും. അപ്പൊ 9.09% എന്ന് നമുക്ക് വരും. അടുത്ത 2/11 എന്ന് പറയുമ്പോൾ നമുക്ക് അതെന്ന് പറയുന്നത് 18.18% എന്ന് വരും. അടുത്ത 3/11 എന്ന് പറയുമ്പോൾ നമുക്ക് അതെന്ന് പറയുന്നത് എത്ര വരും? നമുക്ക് ഈ പറയുന്ന 27.27% എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 4/11 എന്ത് വരുമായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച്. എന്തായിരിക്കും അത്? നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. 36.36% ആയിരിക്കണ്ടേ അതെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 1/9ന്റെ സീരീസ് 11ന്റെ ടേബിൾ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ 1/11ന്റെ സീരീസ് ഏതിന്റെ ടേബിളാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 9ന്റെ ടേബിൾ അല്ലേ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ 9ന്റെ ടേബിൾ അറിയാവുന്ന ഏതൊരാൾക്കും ആ ഒരു സീരീസ് എഴുതിയെടുത്തൂടെ? വേണമെങ്കിൽ നമ്മുടെ 5/11 എന്തായിരിക്കും? 45.45% ആയിരിക്കും. 9/11 എന്തായിരിക്കും? 81.81% ആയിരിക്കും. 10/11 എന്തായിരിക്കും? 90.9% ആയിരിക്കും. നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുന്ന് എഴുതിയെടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് ആദ്യത്തെ കുറെ ഇമ്പോർട്ടന്റ് വാല്യൂസ് പഠിച്ചു. അതുപോലെ 1/7ന്റെ സീരീസ് പഠിച്ചു, 1/8ന്റെ സീരീസ് പഠിച്ചു, 1/9ന്റെ സീരീസ് പഠിച്ചു, 1/11ന്റെ സീരീസ് പഠിച്ചു. അപ്പൊ ഇത്രയും വാല്യൂസ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് പറഞ്ഞു വായിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഈ വാല്യൂസിനൊക്കെ വളരെ സ്മാർട്ട് ആയിട്ട് എക്സാമ്പിൾ യൂസ് ചെയ്തോടെ ഈ പറയുന്ന രീതി വെച്ചാണെങ്കിൽ. അപ്പോൾ ഇതിനെ ഇനി എത്രത്തോളം നല്ലപോലെ നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും നല്ലപോലെ നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് കൂടാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവിടെ 1/1 തൊട്ട് 1/25 വരെയുള്ള ഒരു സീരീസ് കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് അവിടുന്ന് ഏതെങ്കിലും ഒരു വാല്യൂ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ഒരുപാട് വാല്യൂ ചോദിക്കാറുണ്ട്. അപ്പോൾ 1/1 തൊട്ട് 1/25 വരെയുള്ള സീരീസ്. അപ്പോൾ ഇതിന്ന് നമുക്ക് കുറെ വാല്യൂസ് ഒക്കെ നമുക്ക് എക്സാമിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ വാല്യൂസ് കൂടി നിങ്ങൾ നോക്കി വെച്ചേക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പം അവിടെ നമ്മൾ പകുതി കൂടുതൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കറിയാം 1/1 തൊട്ട് ആ 1/11 വരെ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ അല്ലേ? ഇവിടെ വരെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. പിന്നെ അതിന്റെ അടിയിലോട്ടുള്ള വാല്യൂസ് അത്രയും ഫ്രീക്വന്റ് അല്ല. നമുക്ക് ആ വാല്യൂസ് കുറച്ച് റയർ ആയിട്ടാണ് ചോദിക്കുന്നത്. പക്ഷെ ആ വാല്യൂസ് നമുക്ക് ചോദിക്കാറുണ്ട്. അതിലും ചില ഇമ്പോർട്ടന്റ് വാല്യൂസ് ഞാൻ ഒന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ അതിലൊരു വളരെ ഇമ്പോർട്ടന്റ് വാല്യൂ ആണ് 1/15 എന്ന് പറയുന്നത്. 6.66%. അതുപോലെ 1/16 ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട്. അതുപോലെ 1/20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5%. 1/520 ആണെങ്കിൽ 1/20 എന്തായിരിക്കും? 5 ആയിരിക്കും. അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതുപോലെ 1/25 4%. 1/425 ആണെങ്കിൽ 1/25 എന്തായിരിക്കും? 4 ആയിരിക്കും. അങ്ങനെ ഇന്റർചേഞ്ച് എടുത്താൽ മതി. അപ്പൊ ആ ഒരു മാർക്ക് ചെയ്തേക്കുന്ന വാല്യൂസ് കുറച്ച് അധികം ഇമ്പോർട്ടന്റ്. അതിന്റെ ഇടയ്ക്കുള്ള ബാക്കി വാല്യൂസ് വളരെ റയർ ആയിട്ട് മാത്രമാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾ ഒരു എന്താ പറയുക ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. ഒരുപാട് എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേ പെർസെന്റേജ് വാല്യൂസ് ആണ് ഇപ്പം പഠിച്ചത്. നിങ്ങൾക്കറിയാം ഇവിടെ തന്നെ 25 എണ്ണം ഉണ്ട്. ഇതുകൂടാതെ നമ്മളിപ്പോൾ പഠിച്ച വാല്യൂസ് ഒക്കെ തന്നെ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ 35, 45 നമുക്ക് ഏകദേശം 45 അതിനുശേഷം നമ്മൾ ഈ പറയുന്ന പോലെ 8 എണ്ണം. അപ്പൊ ആ 45ന്റെ കൂടെ ആ ഒരു 8 എണ്ണം കൂടി ആകുമ്പോൾ നമുക്ക് 53. പിന്നെ ആ ഒരു 7 എണ്ണം കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ 60. പിന്നെ ആദ്യം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ഒരു 10-20 വാല്യൂ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 80. ഏകദേശം നമ്മൾ
80-ഓളം പെർസെൻറ്റേജ് വാല്യൂസ് നമുക്കിപ്പോൾ ഈ ഒരു സെഷനിൽ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾക്കറിയാം ഇതിനെയൊക്കെ തന്നെ നമുക്ക് മാറ്റി മാറ്റി എഴുതാൻ പറ്റും. അതാണ് നമ്മൾ നേരത്തെ കണ്ട 1/16 തന്നെ 15/16, 7/16 എന്നൊക്കെ കണ്ടത്. അപ്പോൾ അതേപോലെ ഇവിടുത്തെ ഏത് വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ നോക്കി വെക്കുക. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും വരാനിരിക്കുന്ന എക്സാംസിലും അതുപോലെ തന്നെ നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷനിലും. മാത്സിന്റെ ഏതൊരു ചാപ്റ്റർ എടുത്താലും ഓക്കെ, നമുക്ക് അവിടെ പെർസെൻറ്റേജ് വാല്യൂസ് ഉണ്ട്, ഫ്രാക്ഷൻ വാല്യൂസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് എന്തായിരിക്കും, വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാൽക്കുലേഷനിലേക്ക് കൊണ്ടുവരാനും നിങ്ങൾക്കത് കാൽക്കുലേഷൻ വൈസും നിങ്ങൾക്ക് അവിടെ ഒരുപാട് സ്കോപ്പ് ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി, അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഓരോ ടോപ്പിക്കിൻ്റെയൊക്കെ കൺസെപ്റ്റും നമ്മൾ ഇതേപോലെ ക്വസ്റ്റ്യൻസും ഒക്കെ തന്നെ നമ്മളിവിടെ ഡിസ്കഷൻസ് ഇപ്പം കുറേ നാളായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞുള്ള വേദിക് മാത്സിന്റെ ഒരു ഫുൾ സീരീസ് തന്നെ പോയിട്ടുണ്ട്. അത് ഇതുവരെ കാണാത്തവരാണെങ്കിലും അത് നിങ്ങൾ അവിടെ ചെന്ന് കണ്ടു നോക്കുക. അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് നമ്മളവിടെ മാക്സിമം നമ്മുടെ കാൽക്കുലേഷൻ ട്രിക്സ് എല്ലാം തന്നെ വേദിക് മാത്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സും ഈ പറഞ്ഞ ഒരുപാട് ട്രിക്സും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തൊരു ഉറപ്പായിട്ട് അത് കണ്ടു നോക്കുക. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അത് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ നിങ്ങൾ അത് ഉറപ്പായിട്ടും നിങ്ങൾ നേരത്തെ അത് കണ്ടവരാണെങ്കിൽ എന്നെ കമന്റ് വഴി, ഈ ഒരു വീഡിയോയുടെ കമന്റ് വഴി എന്നെ അത് അറിയിക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളത്, സോ ദാറ്റ് എനിക്ക് ഇനിയും ഫ്യൂച്ചറിൽ ഇതേപോലത്തെ സെഷൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സെഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇതേപോലത്തെ ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ട് ചാനലിലേക്ക് വന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രിയിൽ SSC, റെയിൽവേ, ബാങ്കിനൊക്കെ തന്നെ നമുക്ക് എന്താ പറയുക കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ SSCക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് 8714764666 എന്നുള്ള നമ്പറിലും, റെയിൽവേക്ക് വേണ്ടിയാണെങ്കിലും ആ നമ്പറിലും, അതുപോലെ ബാങ്കിന് വേണ്ടിയാണെങ്കിൽ 773 ബാങ്ക് ഇൻഷുറൻസ് പോലത്തെ എക്സാംസിന് വേണ്ടിയാണെങ്കിൽ 7736122215 എന്ന് പറയുന്ന ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കവിടെ ഓൺലൈൻ ക്ലാസ്സസ് ആണ് വരുന്നത്. അപ്പോൾ അവിടെ റെക്കോർഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും ഒക്കെ തന്നെ ഉണ്ട്. റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് കാണാം. അതുപോലെ ലൈവ് ക്ലാസ്സസ് നമുക്ക് ഈവനിങ് ആണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡേ ടൈമിൽ വേറെ വർക്കിംഗ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആണെങ്കിലോ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ ഒക്കെ തന്നെ നിങ്ങൾക്കത് ലൈവ് ക്ലാസ്സസ് മിസ് ചെയ്യാതെ തന്നെ ഈവനിങ് നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ ക്വിസുകളും മോക്ക് ടെസ്റ്റുകളും മെന്റേഴ്സിന്റെ സപ്പോർട്ടും ഡൗട്ട് ക്ലിയർ സെഷൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ ആപ്പിലെ എയുടെ സപ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ വീക്കായിട്ടുള്ള ഏരിയയൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി എയുടെ സപ്പോർട്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ ഈ ബുക്കുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആ കോഴ്സിന്റെ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി പല സ്ഥലത്ത് പോകേണ്ട ആവശ്യം വരത്തില്ല. എല്ലാം ഒരു പാക്കേജ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു സെഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആൻഡ് യൂസ്ഫുൾ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയിരിക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ കൂടുതലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ സെഷൻ ഇഷ്ടപ്പെടുമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലത്തെ സീരീസ് പോകുന്നതിനെ കുറിച്ച്. അതുപോലെ തന്നെ എന്നെയും കമന്റ്സ് വഴി അറിയിക്കുക നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരുന്നുവെങ്കിൽ, സോ ദാറ്റ് ഇനി വരുന്ന ദിവസങ്ങളിലും ഇതേപോലത്തെ കൂടുതൽ സെഷൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും ഇതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്സിലൊക്കെ വരുന്ന കൺസെപ്റ്റുകളും കാര്യങ്ങളുടെ ഡിസ്കഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക്